5 ദിവസത്തേക്ക് ഇനി പെരുമഴക്കാലം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. കർണാടകത്തിലെ കന്നഡ സംവരണത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. IT കമ്പനികളടക്കം ബംഗളൂരു വിടാൻ കാരണമാകും. തീരുമാനം ബാധിക്കുക മലയാളികളെ വലിയ തോതിൽ. സംവരണാനുകൂല ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് സിദ്ധരാമയ്യ. കർണാടകയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് ജോൺ ബ്രിട്ടാസ് MP. മരണം വിതച്ച് സംസ്ഥാനത്ത് മഴക്കെടുതി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും മരണം. വീടുകൾ തകർന്നു. കല്ലറയിൽ ഉരുൾപൊട്ടി. കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ. അടുത്ത 5 ദിവസം അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങി മരിച്ച ജോയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. അമ്മയ്ക്ക് 10 ലക്ഷം രൂപ നൽകും. കോർപ്പറേഷൻ 10 ലക്ഷവും വീടും നൽകുമെന്ന് മേയർ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി. വൻകിട കയ്യേറ്റക്കാരെ തൊട്ടപ്പോൾ ഓപ്പറേഷൻ ആനന്ദപ്പാളിയെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുൻ VC-ക്ക് ഗുരുതര വീഴ്ചയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. മർദ്ദന വിവരം അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. പൂക്കോട് ക്യാമ്പസിൽ അരാജകത്വം. റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. SNDP നേതൃത്വം ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് MV ഗോവിന്ദൻ. SNDP എല്ലാ കാലവും പാർട്ടിയുടെ ശക്തി. SNDPക്കെതിരായ ഭീഷണി CPM അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് K സുരേന്ദ്രൻ. വെള്ളാപ്പള്ളിയെയും കുടുംബത്തെയും CPM വളഞ്ഞിട്ടാക്രമിക്കുന്നു. രമേശ് നാരായൺ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച് ആസിഫ് അലി. തനിക്കുള്ള പിന്തുണ വിദ്വേഷ പ്രചരണമാകരുത്. ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. ഒരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. സംഭവത്തിൽ വിശദീകരണം തേടി ഫെഫ്ക. തെറ്റിദ്ധാരണയെന്ന് ആവർത്തിച്ച് രമേശ് നാരായണൻ. തിരുവനന്തപുരം നന്ദിയോട് പടക്കക്കട പൊട്ടിത്തെറിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. അളവിൽ കവിഞ്ഞ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സൂചന. ഒമാൻ തീരത്ത് എണ്ണ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ദൌത്യത്തിൽ കൈകോർത്ത് ഇന്ത്യൻ നാവികസേനയും. കാണാതായവരിൽ 13 പേർ ഇന്ത്യക്കാർ. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടർന്ന് കരസേന. വനമേഖലയിൽ 5-ലധികം ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന നിഗമനം. BJPക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. വാർത്തകളിലേക്ക് വിശദമായി. സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡക്കാർക്ക് സംവരണം കൊണ്ടുവരുന്ന കർണാടക സർക്കാരിന്റെ നീക്കം വിവാദത്തിൽ. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഇപ്പോൾ തന്നെ സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, എതിർപ്പ് സ്വരങ്ങൾ ശക്തമാകുന്നു. IT കമ്പനികളടക്കം ബംഗളൂരു വിടാനുള്ള സാധ്യത, മലയാളികളടക്കം ജോലി നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ആശങ്കയിൽ ഏത് തരത്തിലുള്ള എതിർപ്പുകളൊക്കെയാണ്? സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഏത് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്? സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡക്കാർക്ക് സംവരണം കൊണ്ടുവരുന്ന കർണാടക സർക്കാരിന്റെ നീക്കം വലിയ തോതിലുള്ള
പ്രതികരണങ്ങൾ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നു. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. പ്യൂൺ, സ്വീപ്പർ മുതലായ ഗ്രൂപ്പ് സി, ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂവെന്നും ബില്ലിലുണ്ട്. ഷംന വിശദാംശങ്ങളുമായി ചേർന്നു. ഷംന, നേരത്തെ ചോദിച്ചതുപോലെ ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകൾ ഉയരുന്നു? മലയാളികളടക്കമുള്ളവരെ ഏത് തരത്തിലായിരിക്കും ഇത് ബാധിക്കുക? കർണാടകയിലെ വ്യവസായ IT അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിൽ തദ്ദേശീയർക്ക് സംവരണം അനുവദിക്കുന്നതാണ് പുതിയ ബില്ല്. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്കെല്ലാം ചട്ടം ബാധകമാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടകയിലെത്തി വ്യവസായം ആരംഭിച്ചവർക്കും നിക്ഷേപം നടത്തിയവർക്കും ജീവനക്കാർക്കുമൊക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ് ബില്ല്. ബില്ലിന് മറ്റ് വ്യവസ്ഥകൾ ഇങ്ങനെ: തൊഴിൽ റിപ്പോർട്ട് ഈ സ്ഥാപനങ്ങൾ 3 മാസം കൂടുമ്പോൾ സർക്കാരിന് സമർപ്പിക്കണം. 100 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു സർക്കാർ പ്രതിനിധി വേണം. ഗ്രൂപ്പ് സി, ഡി ക്ലാസുകളിൽ ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ എന്നും ബില്ലിലുണ്ട്. ഏത് സംരംഭവും ഹൈവേകളിൽ അടക്കം വയ്ക്കുന്ന പരസ്യ ബോർഡുകളിലെ പ്രധാന ഭാഷ കന്നഡയായിരിക്കണം. 15 വർഷമായി കർണാടകത്തിൽ സ്ഥിര താമസമാക്കിയവർക്കും കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്നവർ സംവരണ പരിധിയിൽ ഉൾപ്പെടും. നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. എന്നാൽ വ്യവസായങ്ങളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. സർക്കാർ തീരുമാനം വ്യവസായ വളർച്ചയെ പിന്നോട്ടടിക്കുമെന്നാണ് പ്രധാന വിമർശനം. കർണാടക വിട്ടുപോകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്ന് പല വൻകിട കമ്പനികളും പ്രതികരിച്ചു കഴിഞ്ഞു. പുതിയ തീരുമാനം ദേശീയ തലത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്നത് സംശയമില്ല. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിലെ കന്നഡ സംവരണം മൗലികവാദമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. കണക്കിന് മലയാളികളെ ബാധിക്കുന്ന വിഷയം എന്നതിനപ്പുറത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, ഇത് കർണാടകയെയും അതുപോലെ തന്നെ ബാംഗ്ലൂരിനെ പോലും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. ഇത് ദീർഘകാല വീക്ഷണത്തോടെ കർണാടക മന്ത്രിസഭ കൈക്കൊണ്ടൊരു തീരുമാനമല്ല എന്നുള്ള കാര്യം ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. ഉദാഹരണം പറഞ്ഞാല്, ബാംഗ്ലൂർ എന്നുള്ള ഒരു IT നഗരത്തെ കെട്ടിപ്പടുത്തത് കേവലം കർണാടകയിൽ ജനിച്ചവരല്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. 450 ബില്യൺ US$ ഒരു IT ഹബ്ബായിട്ട് ബാംഗ്ലൂര് ഉരുത്തിരിഞ്ഞു എങ്കിൽ അതിന്റെ സംഭാവന നൽകിയത് കർണാടകക്കാർ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരും അതുപോലെ തന്നെ എംപ്ലോയീസുമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതുപോലുള്ള വളരെ റിഗ്രസീവ് ആയിട്ടുള്ള പ്രതിലോമകരമായിട്ടുള്ള ആശാസ്യമല്ലാത്ത തീരുമാനങ്ങൾ കർണാടക ഗവൺമെന്റ് കൈക്കൊണ്ടു കഴിഞ്ഞാൽ അതിന് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. ഇതിനു മുമ്പ് ഇതിന് സമാനമായിട്ടൊരു തീരുമാനം ഏതാനും വർഷം മുമ്പ് ഹരിയാനയിലെ BJP ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. അത് 75% റിസർവേഷനാണ്, സംവരണമാണ്. പക്ഷെ അത് 30,000 രൂപയ്ക്ക് താഴെയുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട ജോലികളിലായിരുന്നു. എന്നിട്ട് പോലും പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ആ തീരുമാനം സ്റ്റേ ചെയ്യും. അതിപ്പോ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇപ്പോൾ ഈ കർണാടകയിലേക്കും ബാംഗ്ലൂരിലേക്കും നിക്ഷേപം കൊണ്ടുവരുന്നത് ആരാണ്? അവർ കർണാടകക്കാർ മാത്രമാണോ? ആ നിക്ഷേപത്തിന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റ് തസ്തികകളിൽ 50% സംവരണം കന്നഡക്കാർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കേണ്ടതാണ്. കേരളത്തില് 30 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. നാളെ നമ്മൾ പറയുകയാണ് അവരെയൊക്കെ നമ്മൾ ആട്ടിപ്പായിക്കാൻ പോവുകയാണ്, അവരിവിടെ ജോലി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിന്റെ നിർമ്മാണ മേഖലയ്ക്ക് ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? അത് മാത്രമല്ല, ഇന്ത്യ എന്നുള്ള ഒരു രാജ്യമാണ്, ഒരു ഫെഡറേഷൻ ആണെങ്കിൽ പോലും ഇതൊരു രാജ്യമാണ്. യഥാർത്ഥത്തിൽ പഞ്ചാബ് ഹരിയാന കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികതയ്ക്കെതിരെയുള്ള തീരുമാനമാണ് ഹരിയാനയുടെ നടപടി. അത് മാത്രമല്ല, മൗലികാവകാശം, നമുക്ക് എവിടെയും പോയി തൊഴിലെടുക്കാനുള്ള നമ്മുടെ മൗലികാവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ് എന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അതിനേക്കാൾ ഡോസ് കൂട്ടിയ ഒരു തീരുമാനമാണ് കർണാടക ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ്. ഇത്
പുനഃപരിശോധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടിട്ട് ഇതിലൊരു തീരുമാനമുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിയുടെ കുടുംബത്തിന് കോർപ്പറേഷൻ വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനായി സർക്കാരിന്റെ അനുമതി തേടി. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും നൽകും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന് പുറമെയാണ് ഇത്. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. മന്ത്രി വി ശിവൻകുട്ടി ആദ്യ ദിവസം തന്നെ, ഈ അപകടമുണ്ടായ ദിവസം തന്നെ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം നഗരസഭയും 10 ലക്ഷം രൂപ ജോയിക്ക് നൽകും. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള ആലോചനയുണ്ടെന്നും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി സ്വീകരിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരന്റെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി തീരുമാനിക്കുകയാണ്. ജോയിയുടെ ആശ്രിതർക്ക് കൂടുതൽ സഹായം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐ സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം വൈകാതെ കൈമാറാനാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേ 50 ലക്ഷം രൂപ അടിയന്തരമായി ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന ആവശ്യം ഡിവൈഎഫ്ഐ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു ചില സ്വകാര്യ വ്യക്തികളും സംഘടനകളുമൊക്കെ ജോയിയുടെ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്നുണ്ട്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മാലിന്യം തള്ളുന്നത് ആളെ കൊല്ലുന്നതിന് തുല്യമെന്നും ഹൈക്കോടതി. ആമയിഴഞ്ചാൻ തോടിന് സമാനമാണ് കൊച്ചിയിലെ കനാലുകളിലെയും അവസ്ഥ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും വൃത്തിയാക്കിയ കനാലുകളിൽ എങ്ങനെ മാലിന്യം എത്തുന്നുവെന്നും ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് രൂക്ഷ വിമർശനം. മാലിന്യം തള്ളുന്നവർ ചെയ്യുന്നത് ആളുകളെ കൊല്ലുന്ന പണിയാണെന്നും തിരുവനന്തപുരത്തെ അപകടം കൊച്ചിയിൽ ആവർത്തിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് BJP കൌൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിച്ചു. നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജോയിയുടെ മരണത്തെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചത്. രാവിലെ 8:30 തന്നെ BJP കൌൺസിലർമാർ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഒപ്പം തന്നെ സെക്രട്ടറിയുടെയും മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് മേയറെയും സെക്രട്ടറിയെയും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് BJP കൌൺസിലർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ സമാനമായ പ്രതിഷേധം തുടരുമെന്നാണ് BJP കൌൺസിലർമാർ വ്യക്തമാക്കുന്നത്. BJP കൌൺസിലർമാരുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് 7ഓളം പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുകയും ഒപ്പം തന്നെ മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത്. തുടർന്ന് പോലീസ് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 12 മണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ നിര ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഒപ്പം തന്നെ പ്രധാന കവാടത്തിന് മുമ്പിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിൽ തന്നെ പ്രവർത്തകർ വഴങ്ങിയില്ല. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിനിടെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഇക്കാര്യത്തിലൊരു സംയമനം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. മറ്റു നടപടികളിലേക്ക് സാധാരണഗതിയിൽ വലിയ അക്രമാസക്തമാവുകയാണ് എങ്കിൽ ജലപീരങ്കിക്ക് പുറമെ കണ്ണീർ വാതകവും ഒപ്പം തന്നെ ലാത്തിചാർജ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് വലിയ സംയമനം പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഈ പ്രവർത്തകർ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ 2 വനിതാ പ്രവർത്തകരും മറ്റു പ്രവർത്തകരും ഉൾപ്പെടെ 7ഓളം പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധിക്കാനെത്തി. വലിയ പണിപ്പെട്ടാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് നീക്കിയത്.
എന്തായാലും ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നഗരസഭയാണ് തെറ്റുകാരനെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ റെയിൽവേയാണ് കുറ്റക്കാരെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐയും സമാനമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിലും സമാന പ്രതിഷേധങ്ങൾക്ക് നഗരസഭ സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോൾ തന്നെയാണ് ഓപ്പറേഷൻ ആനന്ദ മുടങ്ങിയതെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കയ്യേറ്റക്കാർ കോടതിയിൽ പോയി വാങ്ങിയ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ 2024 സർക്കാർ തയ്യാറായില്ലെന്നും ജിജി തോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് വൻകിട കയറ്റങ്ങൾ അതെ ഓപ്പറേഷനാണ്. നമ്മൾ വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിൻ്റെ രാജധാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി 2 ഓടകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി ഓടകൾ പോകുന്നുണ്ട്, പക്ഷെ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പം അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്താ സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പം നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പം ഇത് ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പം നമ്മളിരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. ജിജി തോംസണുമായുള്ള പ്രത്യേക അഭിമുഖം ഇന്ന് രാത്രി 9:30 കാണാം. SFIയെയും VC അടക്കമുള്ള വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തി ഹരിപ്രസാദ് കമ്മീഷൻ റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിന്റെ പ്രധാന കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, പക്ഷേ SFIയുടെ ഇടപെടൽ സംഭവത്തിന്റെ ഗൌരവം മറച്ചുവെച്ചു. വാർഡന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഡീൻ പരാജയപ്പെട്ടു. ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കാൻ ഡീനിന് കഴിഞ്ഞില്ല. ഡാൻ കുര്യന്റെ റിപ്പോർട്ട് കാണാം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതരെയും ഡീനിനെയും മറ്റ് അധ്യാപകരെയും ആരോപണ വിധേയരാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട് രാജ്ഭവനിൽ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ക്യാമ്പസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ സംഘടനകൾ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ക്യാമ്പസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടവച്ചിരുന്നു. മാത്രവുമല്ല, ക്യാമ്പസിൽ രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ SFIയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നുകേട്ട ആരോപണങ്ങൾ മാത്രമല്ല ഇത്തരമൊരു മർദ്ദന സംഭവത്തിലേക്ക്, ക്രൂരമായ മർദ്ദന സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ തുടർച്ചയായി അച്ചടക്ക ലംഘനങ്ങൾ നടന്നിരുന്നു. ഹോസ്റ്റലിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഹോസ്റ്റൽ അധികൃതർക്ക് വാർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനിന് ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ, മേൽനോട്ടം നടത്താനോ പരിശോധനകൾ നടത്താനോ അധികൃതർ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, ഹോസ്റ്റലിന്റെ അടക്കം ചുമതലകൾ ഉണ്ടായിരുന്ന അധ്യാപകർ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പൂക്കോട് നിന്ന് മാറി മണ്ണുത്തിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെ അശ്ലീല സംഭാഷണങ്ങൾ അടക്കം ചുവരുകളിൽ എഴുതുന്ന സംഭവങ്ങൾ പലപ്പോഴായി ആവർത്തിക്കപ്പെട്ടിട്ടും അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് അധികൃതർക്ക് കഴിയാതെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത്, സിദ്ധാർത്ഥ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും അതിന്റെ ഗൌരവം കൃത്യമായി പുറത്തേക്ക് എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരോക്ഷമായി SFIയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് കൃത്യമായി എടുത്തു പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡീൻ അടക്കമുള്ളവർ അന്നേ ദിവസം ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോയതാണ് വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായി
ഗവർണർ തന്നെ നേരത്തെ സമാന വിഷയത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വൈസ് ചാൻസലറായിരുന്ന MR ശശീന്ദ്രനാഥിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടും സമാനമായ വിഷയത്തിൽ കോളേജ് അധികൃതരെയും SFIയെയും ഒക്കെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഗൌരവം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പുരസ്കാര വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. തനിക്ക് നൽകുന്ന പിന്തുണ മറ്റൊരാൾക്കുള്ള വിദ്വേഷ പ്രചാരണമാകരുത്. മതപരമായി പോലും ഈ വിഷയമെത്തി. അത് പാടില്ലാത്തതാണ്. ആ നിമിഷത്തിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സംഭവിച്ചതാണ്. മനഃപൂർവ്വമാണെന്ന് ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അനുഭവിക്കുന്ന വേദന തനിക്കറിയാമെന്നും ആസിഫ് അലി പറഞ്ഞു. ഇത്രയും മലയാളികൾ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു. വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ. വേദിയിൽ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ധ്യാൻ ശ്രീനിവാസൻ. താൻ ആസിഫിനൊപ്പമാണ്. തെറ്റുപറ്റിയത് രമേശ് നാരായണനാണ്. ഇനി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് മാപ്പ് പറഞ്ഞത്. എവിടെയെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ അഹങ്കാരത്തിന് ദൈവം തിരിച്ചു കൊടുക്കുന്ന പണിയായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും ധ്യാൻ പറഞ്ഞു. സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു. അത് അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി അതിന് കുറെ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് നാളെ ഒരാണ്ട്. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് നാളെ ഒരാണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ്. ഓർമ്മയായി ഒരു വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഇന്നും ഒഴിയാത്ത ജനപ്രവാഹമാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തിൽ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അതൊരു കോറിയാണ്. എൻ്റെ വാർഡ് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അത് പോയത്. അന്ന് അത് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കോറി പ്രവർത്തിച്ചിരുന്നു. പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മൾ കശീനെ നേരിട്ട് കാണാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ ട്രിവാൻഡ്രത്ത് പോയതാണ്. ആ കശീരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിലുള്ള അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ടപ്പം അപ്പോഴ് തന്നെ മുഖ്യമന്ത്രി കളക്ടറെ വിളിച്ച് പറഞ്ഞ് നമ്മൾ ഉച്ചയോടുകൂടി കാണുന്നത് നമുക്കൊരു 4 മണിയോടുകൂടി കശി ഓർഡർ ഇറക്കിയാണ്. പിറ്റേന്ന് തൊട്ട് ഏകദേശം 37 ദിവസത്തോളം ഈ കോറി പൂട്ടിയായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്നു കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി. എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തിയിരുന്നവർ ഇപ്പോഴും വരുന്നുണ്ട്. പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് MLAയെ കാണുന്നത്. എനിക്കൊരു അസുഖമുണ്ട്, കിഡ്നി ഡിസീസ്. ഒരെണ്ണം പോയി, ഒരെണ്ണം ചുരുങ്ങിപ്പോയി, ഒന്ന് ശകലമേ ഉള്ളൂ. അപ്പോൾ അത് മാറി വെക്കണമെങ്കിൽ ഡോണറേയും കിട്ടണം, സാമ്പത്തിക സഹായം വേണം. ഇപ്പോൾ ഡോണർക്ക് പൈസ കൊടുക്കണ്ടായോ? അപ്പോൾ
ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനോട് പോയി അതിനൊരു അപേക്ഷ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ സാറിനൊരു നിവേദനം വെച്ചിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ച. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ വിട ഓർത്തുകൊണ്ടാണ് അവർ ഓരോരുത്തരും മടങ്ങിയത്. പുള്ളി ചെയ്തു വെച്ചതിൻ്റെ നല്ല ഫലങ്ങൾ, അതായത് പുള്ളി ചെയ്ത് ഓരോന്നും ഇപ്പം നമ്മൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉദാഹരണം ഇപ്പോൾ ഒരു വിഴിഞ്ഞം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ചെയ്തതിൻ്റെ ബാക്കികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പുള്ളി ചെയ്ത പോലെ വേറെ ആർക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അവർക്കറിയാമല്ലോ. അതുകൊണ്ട് ദിവസവും ഇവിടെ കൂടുകയാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ദിവസവും കൂടുക. ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയും ഇതിനോടൊപ്പം കൂടുതൽ വളർന്നു. തീർത്ഥാടന പാക്കേജുകളിൽ വരെ പള്ളി ഇടം പിടിച്ചു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല ദേശങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ദിവസേന വരുന്നുണ്ട്. ടൂർ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാർ ഇവിടെ വന്നൊരു ഇതൊരു ടൂർ പോയിൻ്റാക്കി ഇവിടെ ആൾക്കാർ വന്നു, പള്ളിയിൽ വന്നു, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. എപ്പോഴും ആൾക്കാരുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ട്. വിപുലമായ പരിപാടികളോടെ നാളെ കുഞ്ഞുഞ്ഞിന്റെ 1ാം വാർഷികം ആചരിക്കും. ചില ബന്ധങ്ങൾ അവസാനിക്കാറില്ല എന്ന് പറയാറുണ്ട്. പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മഴക്കെടുതി അടക്കമുള്ള വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇന്നലെ ഇറക്കിയ സംസ്ഥാനത്ത് ദുരിതം വിതച്ച പെരുമഴ. 3 പേരാണ് പെരുമഴയത്ത് മരിച്ചത്. തിരുവനന്തപുരത്തും ഇടുക്കിയിലും ആലപ്പുഴയിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം മാര്യനാട് വള്ളം മറിഞ്ഞാണ് മത്സ്യത്തൊഴിലാളി അലോഷ്യസ് മരിച്ചത്. കരയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കിയിൽ പുഴയിൽ വീണ് മാങ്കുളം താളുംകണ്ടംകുടി സ്വദേശി സനീഷാണ് മരിച്ചത്. ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസുമാണ് മരിച്ചത്. എറണാകുളം പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 മുറികൾ പൂർണ്ണമായും തകർന്നു. മുട്ടൻതോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കിടപ്പുമുറിയിലെ അലമാരകൾ, കട്ടിൽ തുടങ്ങിയവയും നശിച്ചു. ആലപ്പുഴ ജില്ലയിലെ എടത്വ, തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട് നിന്നുള്ള NDRF സംഘം എത്തി. കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. പെരിയാർ, പമ്പ, ചാലക്കുടി തുടങ്ങി സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. കോട്ടയം ഇലവീഴ പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തുറവൂർ അരൂർ പാതയിൽ KSRTC ബസ് വീണ്ടും ചെളിക്കുഴിയിൽ താഴ്ന്നു.
പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർഫാസ്റ്റാണ് അരൂർ പെട്രോൾ പമ്പിന് മുന്നിൽ അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ അടിഭാഗം റോഡിൽ തട്ടി നിന്നതോടെ മുന്നോട്ടും പിന്നോട്ടും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ബസ് ഉയർത്താൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടിലേക്ക്. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിൽ അപകടം തുടർക്കഥയായി മാറുന്ന സാഹചര്യമുള്ളത്. റോഡ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ന് ബസ് അപകടത്തിൽപ്പെട്ടതുപോലെ തന്നെ 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു എന്ന് അവിടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് നടന്നു പോലും നീങ്ങാൻ കഴിയാത്ത രീതിയിൽ പാത പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ചെളി നിറഞ്ഞ ഇടങ്ങളാണ് ഈ ദേശീയപാതയിൽ. അതുകൊണ്ട് അപകടങ്ങൾ അവിടെ പതിയിരിക്കുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ജനങ്ങൾ ഉന്നയിക്കുകയും വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കോഴിക്കോട് പത്തനംതിട്ട സൂപ്പർഫാസ്റ്റ് ആണ് രാവിലെ ആളുകളുമായി പോയ വാഹനമാണ് ചെളിയിൽ താഴ്ന്നു പോയത്. തുടർന്ന് ഈ വാഹനത്തിൽ നിന്നും ആളുകളെ ഇറക്കി വാഹനത്തിൽ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഒപ്പം തന്നെ അവിടെയുള്ള പ്രദേശവാസികളും ചേർന്നാണ് വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കി അവരെ സുരക്ഷിതമായി എത്തിച്ചത്. വാഹനം ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് നിരവധി പരാതികളാണ് എത്തിയത്. ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടുവെങ്കിലും കാരണം ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇന്നും അവിടെ ഉണ്ടായ ഈ ബസ് അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ബസ് ആ കുഴിയിൽ താഴ്ന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. സമീപത്തുള്ള കടകളൊക്കെ തന്നെ തുറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ജനങ്ങൾക്ക് നടന്നു നീങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതി രാമകഥാസാഗരം. ന്യൂസ് 18 പ്രേക്ഷകർക്കായി രാമായണം വായിക്കുന്നത് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA. श्रीरामचंद्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഹാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചുവാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള
ജനം. ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോ നാഗാംശ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്ത് കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. തിരുവനന്തപുരം പാലോട് പടക്കക്കടയ്ക്ക് തീപിടിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലോട് സ്വദേശി ഷിബുവിനാണ് പരിക്കേറ്റത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഷിബു എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീമുരുക പടക്കുകടയ്ക്കാണ് തീപിടിച്ചത്. പുലർച്ചയോടുകൂടി പൊടുന്നനെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം വിവരം അറിയുന്നത്. ആ സമയത്ത് ഉടമയായിട്ടുള്ള ഷിബു മാത്രമാണ് ഈ കടയ്ക്കകത്തുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് ഷിബുവിനെ പുറത്തെടുക്കുകയും ചെയ്യുന്നത്. ഷിബുവിന് വലിയ രീതിയിൽ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രാഥമികമായും പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായതാകാം. പക്ഷേ എങ്ങനെയാണ് തീപിടിച്ചത് അടക്കമുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. പ്രാഥമികമായി ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ മറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റ് വീടുകളോ ഒന്നും തന്നെ ഈ സ്ഥലത്ത് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഉരുവായത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തത്. എന്തായാലും ഷിബു മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇതിനുശേഷം രാവിലെയോട് കൂടിയാണ് ഈ മറ്റ് തൊഴിലാളികൾ ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് എത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു മേഖല, അതായത് പാലോട്, നന്ദിയോട്, ഒപ്പം തന്നെ പച്ച, ആലമ്പാറ അടക്കമുള്ള ഈ മേഖലകളിലെ ജനങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കുടിൽ വ്യവസായത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ നിരവധി ജനങ്ങൾ അവിടെ താമസിക്കുന്നതും ഒപ്പം തന്നെ അവർ ജീവിതം പോറ്റി മുന്നോട്ട് പോകുന്നത് ഈ ഒരു പടക്ക നിർമ്മാണ ശാലകൾ കൊണ്ട് തന്നെയാണ്. അവരുടെ കുടിൽ വ്യവസായം തന്നെയാണ് ഇത്. ഒപ്പം തന്നെ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പറയുന്നത്. ലൈസൻസ് ഉള്ള കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കടകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിവരമില്ല. പക്ഷേ 2 കിലോ ഈ ഒരു പടക്കപ്പൊടിയാണ് ഒരാൾക്ക് കൈവശം വെക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്, ലൈസൻസ് പ്രകാരം അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷിച്ചു വരേണ്ടത്. പല കടകളിലുള്ള പല ഉടമകളും ഇത്തരത്തിൽ 2 കിലോയ്ക്ക് പകരം 20 കിലോ അടക്കം പടക്കപ്പൊടികൾ കൈവശം വെക്കാറുണ്ട്. അതാണ് പല രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി സമാനമായ രീതിയിൽ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. തുടർന്ന് ഷിബുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച ഒമാനിലെ ദുഗ്മ തുറമുഖ തീരത്ത് കൊമോറോസ് ഫ്ളാഗ് ചെയ്ത പ്രസ്റ്റീജ് ഫാൽക്കൺ ഓയിൽ ടാങ്കർ മറിഞ്ഞ് 13 ഇന്ത്യക്കാരടക്കം 16 പേരെ കാണാതെയായി. കപ്പൽ തലകീഴായി മറിയുകയായിരുന്നു. കാണാതായ നാവികരെ കണ്ടെത്താനുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ യുദ്ധക്കപ്പൽ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും ഇന്ത്യയും ഒമാൻ നാവികസേനയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ജമ്മുകാശ്മീരിലെ ഡോഡയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ 3ാം ദിവസവും തുടരുന്നു. ഉറർ ബാഗി വനമേഖലയിലാണ് തെരച്ചിൽ. ഭീകരർ തമ്പടിച്ച കേന്ദ്രങ്ങൾ സുരക്ഷാസേന തിരിച്ചറിഞ്ഞതായാണ് സൂചന. വനപ്രദേശമായതാണ് ദൌത്യം നീണ്ടുപോകാൻ കാരണം. കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിലാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെ 5 സൈനികർ വീരമൃത്യു വരിച്ചത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ.
മലപ്പുറം ജില്ലയിൽ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനിയിലാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പൊന്നാനി നഗരസഭയിലെ 5-ാം വാർഡിലെ 3 പേർക്കാണ് കഴിഞ്ഞ ദിവസം മലമ്പനി സ്ഥിരീകരിച്ചത്. 21-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രദേശത്ത് നടത്തിയ പനി സർവേയിലാണ് മറ്റ് 2 സ്ത്രീകളും രോഗബാധിതരാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നഗരസഭയിലെ 4, 5, 6, 7 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ആരോഗ്യ പ്രവർത്തകർ ഓരോ വീടുകളിലുമെത്തി രക്തപരിശോധന നടത്തുന്നുണ്ട്. 100 ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിലുള്ള ഹെൽത്ത് വിങ്ങിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ JHIമാരും JPHNമാരും മറ്റ് ആശാ വർക്കർമാരും ഉൾപ്പെടുന്ന 100ഓളം വരുന്ന പ്രവർത്തകർ 5-ാം വാർഡിലും അതുപോലെ തന്നെ 4-ാം വാർഡിലും തൊട്ടടുത്ത 6-ാം വാർഡിലും 7-ാം വാർഡിലും ഒക്കെ ആയിട്ട് ഇന്ന് അതിതീവ്ര പരിശോധനയാണ് നടത്തുന്നത്. 3 ആഴ്ച ലക്ഷ്യമാക്കി തയ്യാറാക്കിയ രൂപരേഖ അനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മലമ്പനി നിയന്ത്രിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പും പൊന്നാനി നഗരസഭയും. അതേസമയം ജില്ലയിൽ മറ്റെവിടെയെങ്കിലും രോഗബാധ ഉണ്ടോ എന്ന് വ്യക്തമാക്കാനാകില്ലെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. KCA ക്രിക്കറ്റ് കോച്ച് M. മനുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. മനുവിനെതിരെ നേരത്തെയും പരാതികളുണ്ടെങ്കിലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഹർജിയിൽ ആരോപണം. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം ഇടുക്കിയിൽ കാട്ടാന ശല്യവും രൂക്ഷമാകുന്നു. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഒരു കാർ തകർന്നു. സ്കൂൾ മതിൽക്കെട്ടിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ഗേറ്റ് തകർത്ത് അകത്ത് കടന്നാണ് കാട്ടാന ആക്രമിച്ചത്. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം. ചിന്നക്കനാൽ ഗവൺമെന്റ് സ്കൂളിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഞാറോട്ടിപ്പറമ്പിൽ മണിയുടെ ഉടമസ്ഥതയിലുള്ള ടാക്സി കാർ. സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് മതിൽക്കെട്ടിനുള്ളിൽ കയറിയ ആന വാഹനം നശിപ്പിച്ചു. ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ പതിവായി എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ സ്വദേശി ശ്യാമിന്റെ വീടിന്റെ വാതിൽ ആന തകർത്തിരുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഒറ്റയാന്മാരും കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൂപ്പാറ ടൗണിന് സമീപം തേയിലത്തോട്ടത്തിലും ദേശീയപാതയിലും മുറിവാലൻ എന്ന ഒറ്റയാനും എത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. വന്യജീവി ആക്രമണം തടയാൻ ശാശ്വത പരിഹാരം വേണമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. മനുഷ്യൻ കൊല്ലപ്പെടുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ വർഷം ഇതുവരെ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 5ാമത്തെ ആളാണ് കല്ലൂർ കല്ലുമുക്ക് സ്വദേശി മാറോട് രാജുവെന്നും K. സുധാകരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ വിതുമ്പി കുടുംബം. ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ എത്തിയതായിരുന്നു കുടുംബം. തിരുവനന്തപുരത്തെ സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ മെഴുകു പ്രതിമ സ്ഥാപിക്കുന്നത്. ഈ പ്രതിമ നാളെ പുതുപ്പള്ളി പള്ളിയിൽ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായിരുന്ന അന്തർവാഹിനി കപ്പൽ INS സിന്ധുരാജ് ഇനി ഓർമ്മ. 35 വർഷം നാവികസേനയുടെ ഭാഗമായിരുന്ന മുങ്ങിക്കപ്പൽ ഡീകമ്മീഷന് ശേഷം പൊളിക്കാനായി കണ്ണൂർ അഴീക്കൽ സിൽക്ക് യാർഡിലെത്തിച്ചു. മുങ്ങിക്കപ്പൽ പൊളിക്കാനായി അഴീക്കലിലെത്തിയത് കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിനും ചരിത്ര നേട്ടമായി. 2 വർഷം മുമ്പ് ഡീകമ്മീഷൻ ചെയ്ത INS സിന്ധുരാജ് വിശാഖപട്ടണം തുറമുഖത്തു നിന്നാണ് അഴീക്കൽ സിൽക്ക് യാർഡിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ CNS റോളിംഗ് ട്രോഫി നേടിയ ഏക മുങ്ങിക്കപ്പലാണ് INS സിന്ധുരാജ്. കാലപ്പഴക്കമെത്തിയ കപ്പലുകൾ പൊളിക്കുന്നതിൽ 40 വർഷത്തെ പാരമ്പര്യമുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ ആദ്യമായാണ് അന്തർവാഹിനി എത്തുന്നത്. ഇത് അഭിമാനകരമായ നേട്ടമാണെന്ന് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും MD TG ഉല്ലാസ് കുമാറും പറഞ്ഞു.
നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്നോവേഷനുള്ള CNS റോളിംഗ് ട്രോഫി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധ്വജ്. 1986-നും 2000-നും ഇടയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് അന്തർവാഹിനിയാണ്. നാവികസേനയിലെ യാത്രയിലുടനീളം ഈ അന്തർവാഹിനി സ്വദേശീവൽക്കരണത്തിന്റെയും ഇന്ത്യൻ നാവികസേനയുടെയും ആത്മനിർഭരത കൈവരിക്കുവാനുള്ള ശ്രമങ്ങളുടെയും പതാകവാഹിനിയായിരുന്നു. അന്തർവാഹിനി ആയതുകൊണ്ട് പൊളിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വർഷങ്ങളായി കപ്പൽ പൊളിക്കുന്നതിനുള്ള സിൽക്കിന്റെ പരിചയം ഉൾപ്പെടുത്തി ഏകദേശം 6 മാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാക്കാവുന്നതാണ് ഇപ്പോൾ കരുതുന്നത്. 6 മാസം കൊണ്ട് കപ്പൽ പൂർണ്ണമായും പൊളിക്കും. ഇതുവഴി സിൽക്കിന് 50 ലക്ഷം രൂപ ലാഭമുണ്ടാകും. ഇതുവരെ ചെറുതും വലുതുമായി 60ഓളം കപ്പലുകളാണ് അഴീക്കൽ സിൽക്കിൽ പൊളിച്ചത്. പൊതുമേഖലാ സ്ഥാപനമായ അഴീക്കൽ സിൽക്കിൽ ബോട്ട്, കപ്പൽ തുടങ്ങിയവയുടെ നിർമ്മാണവും ഉണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് യുവതിക്ക് നേരെ ബസ്സിലുണ്ടായ നഗ്നതാ പ്രദർശനത്തിൽ പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് കുനിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് അറസ്റ്റിലായത്. മാലോം സ്വദേശിനിയായ യുവതിക്ക് നേരെ കഴിഞ്ഞ ദിവസമാണ് ബസ് യാത്രയ്ക്കിടെ നഗ്നതാ പ്രദർശനം നടന്നത്. ബേക്കൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞങ്ങാടിനും പാലക്കുന്നിനും ഇടയിലുള്ള ബസ് യാത്രക്കിടെ യുവതിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായത്. തന്റെ 6 വയസ്സ് പ്രായമുള്ള മകളുമായി യാത്ര ചെയ്യവേ എതിർവശത്തെ സീറ്റിലിരിക്കുകയായിരുന്ന യുവാവ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. യുവതി തന്നെയാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത്. ഏതായാലും ഈ വാർത്ത ആദ്യം ന്യൂസ് 18 പുറത്തുവിട്ടത്. പിന്നീട് യുവതി ബേക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ ഇയാളെ തിരിച്ചറിയുകയും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ആയിരുന്നു. ഏതായാലും ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടേച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരം കേസുകളിൽ നിസാര വകുപ്പുകൾ മാത്രമേ ചുമത്താൻ കഴിയൂ എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പോരായ്മ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നതും സംഭവം തന്നെ. ഇതിൽ ഏറ്റവും വകുപ്പ് കൂടുതലുള്ള കേസുകൾ ചുമത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏതായാലും ഈ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. ബേക്കൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മാലോം സ്വദേശിയായ പാലക്കുന്നിൽ ജോലി ചെയ്യുന്ന ഹോം നഴ്സാണ് ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത്. ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടതും. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. സഞ്ജു സാംസൺ കളിച്ചേക്കുമെന്നാണ് സൂചന. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന പരമ്പരയിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹാർദിക് പാണ്ഡ്യയും ഏകദിനത്തിനുണ്ടാകില്ല. ഈ മാസം 27 തുടങ്ങുന്ന പരമ്പരയിൽ 3 വീതം 2020 ഏകദിന മത്സരങ്ങൾ ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിലൊന്നായ ഗണപതി AUP സ്കൂൾ അടച്ചുപൂട്ടി. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൽ ഇടത് സർക്കാരിന്റെ നയമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഒരു കാലത്ത് സാധാരണക്കാരനെ അത്താണിയായിരുന്ന ഈ എയ്ഡഡ് വിദ്യാലയം അടച്ചുപൂട്ടിയത്. തിങ്ങി നിറഞ്ഞ ക്ലാസ് മുറികൾ, പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ. ഗണപത്തിന്റെ 138 വർഷങ്ങൾക്ക് പറയാൻ കഥകൾ ഏറെയുണ്ട്. നഗരത്തിലെ തിരക്കേറിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, സർക്കാർ ജീവനക്കാർ തുടങ്ങി കോഴിക്കോടിന്റെ വികസനത്തിനായി ഈ സ്കൂളിന്റെ സംഭാവനകൾ ഏറെയാണ്. നടൻ കുതിരവട്ടം പപ്പുവും കുഞ്ഞാണ്ടിയും ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. സ്വകാര്യ വിദ്യാലയങ്ങൾ കൂണുപോലെ മുളച്ചുപൊന്തിയ 90കളുടെ അവസാനം മുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമായിരുന്നു പ്രധാന പരിമിതി. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികളിലൊന്നും സ്കൂളിനെ ഉൾപ്പെടുത്തിയില്ല. ഈ വർഷം 5 കുട്ടികളാണ് സ്കൂളിൽ അവശേഷിച്ചത്. അവർ കൂടി TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് പോയതോടെ സ്കൂളിന് പൂട്ടുവീണു. ഞങ്ങളിത് വാർത്ത അറിഞ്ഞപ്പെടുന്ന സത്യത്തില് ബേജാറാകുന്നത്. ഒരു ബേജാറാകാരണം ഒരു കണ്ണിൽ വെള്ളം വരുന്ന മാതിരി ആയിപ്പോയി. അത്രയും നമ്മളെ ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ച് വളർന്ന് ഇത്ര എത്തിയിട്ട് പെട്ടെന്ന് സുപ്രഭാതം ആകെ വിഷമം തന്നെ ആയിപ്പോയി. പിന്നെ എത്രയോ മാഷുമാർ, ടീച്ചർമാരൊക്കെ വളരെ വളരെ ഭംഗിയോടുകൂടി നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. അത്രയും നല്ല സ്കൂളാണ് ഗണപതി സ്കൂൾ എന്ന് പറഞ്ഞാൽ. അത്രയും വേണ്ടപ്പെട്ട നമുക്ക് ഇതുള്ള അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഓരോ ക്ലാസ്സിലും 50-55 കുട്ടികളോളം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഞങ്ങളെ തലമുറ കാരണന്മാരൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചത്. അത്രയും നല്ലൊരു സ്കൂൾ. അവിടുത്തെ ടീച്ചർമാരൊക്കെ പറഞ്ഞാൽ ലീല ടീച്ചർ, ശാന്ത ടീച്ചർ, സിലോമൻ ടീച്ചർ, സജി ടീച്ചർ, ഇങ്ങനെ കുറേ അപ്പുകുട്ടൻ മാഷ്, കുറേ മാഷുമാർ, ടീച്ചർമാർ, പ്രഭു മാഷ് ഒക്കെ ഞങ്ങൾക്കൊരു പേടിയായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. നമ്പൂരി മാഷ്, അവരൊക്കെ മക്കൾ, കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒക്കെ ടീച്ചേഴ്സായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അവരൊക്കെ മക്കൾ, ഞങ്ങളിപ്പോൾ 1ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. സ്കൂളിലെ അധ്യാപകരെയും ജീവനക്കാരെയും മറ്റ് സ്കൂളിലേക്ക് വിന്യസിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴും നാശത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴും സർക്കാർ ഇടപെട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇതിപ്പോൾ കുട്ടികളെ ചേർത്തലുമില്ല. ചേർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടുത്തെ ഈ ശോചനീയാവസ്ഥ കണ്ടിട്ട് തന്നെ രക്ഷിതാക്കൾ എല്ലാ സ്കൂളുകളും നല്ല രീതിയിലാകുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്കൂളിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞേക്കുക എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ്
ഇതിപ്പോൾ ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലത്താണ് സ്കൂൾ കെട്ടിടം നിലനിൽക്കുന്നത്. വിദേശത്തുള്ള സ്കൂൾ ഉടമകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്കൂൾ സ്ഥലം വിൽക്കുന്നതിനായാണ് കരുക്കൾ നീക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂപോർട്ടിന്റെ തൃശൂർ ക്യാമ്പസ് പ്രവർത്തനം തുടങ്ങി. മുൻ മന്ത്രിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂമല ഡാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകൾ, ശീതീകരിച്ച സ്റ്റഡി ഹാൾ, ഹോസ്റ്റൽ സൗകര്യം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ എഡ്യൂപോർട്ട് സ്ഥാപകനും മുഖ്യ പരിശീലകനുമായ അജാസ് മുഹമ്മദ് ജാൻഷർ അധ്യക്ഷത വഹിച്ചു. എഡ്യൂപോർട്ട് CEO അക്ഷയ് മുരളീധരൻ പദ്ധതികൾ വിശദീകരിച്ചു. കൃഷിയിൽ വ്യത്യസ്തത തീർക്കുകയാണ് കോതമംഗലം സ്വദേശി അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ. PFP കൃഷിരീതിയിലൂടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയം തീർക്കുകയാണ് ഇദ്ദേഹം. കോതമംഗലം വെള്ളിയച്ചാലിൽ താമസിക്കുന്ന കുരിശിൻമുട്ടിൽ ജോബി സെബാസ്റ്റ്യനാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പുതിയ പരീക്ഷണം നടത്തുന്നത്. പെർക്കുലേറ്റൽ ഫെട്രിഗേഷൻ പോസ്റ്റ് എന്ന ആധുനിക കൃഷിരീതിയാണ് ഇദ്ദേഹം പരീക്ഷിക്കുന്നത്. കുരുമുളക് കൃഷിയിൽ ഈ വിദ്യ പരീക്ഷിച്ച് വിജയം നേടിയിരുന്നു. പിന്നാലെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലും സമാന രീതി പിന്തുടരുന്നത്. നിറയെ സുഷിരങ്ങളുള്ള കുഴൽ തൂണുകളാണ് PFP പോസ്റ്റുകൾ. തൂണുകൾ നാട്ടിയ ശേഷം ഉള്ളിൽ മണ്ണും വളവും നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാം. PFP പോസ്റ്റുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ടുകൾ വിവിധ രീതിയിൽ കൃഷി ചെയ്യാം. പോസ്റ്റിന് ചുറ്റും മണ്ണിട്ട് അതിൽ നട്ട് പോസ്റ്റിലേക്ക് വള്ളികൾ കയറ്റിവിടും. വെള്ളക്കെട്ടുള്ളിടത്തും ടെറസിന് മുകളിലും പാറക്കെട്ടുകളിലും ഈ കൃഷിരീതി പരീക്ഷിക്കാം. ചെടികളുടെ അനേക വേരുകൾ PFPയുടെ സുഷിരങ്ങളിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച് വളവും വെള്ളവും വലിച്ചെടുക്കും. ഇത് വളർച്ചയ്ക്കും സമൃദ്ധമായി കായ്ക്കുന്നതിനും കാരണമാകും. ഒരു പോസ്റ്റിൽ നിന്ന് 50 കിലോയിൽ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് ലഭിക്കുമെന്നാണ് കൃഷിയുടമ ജോബിയുടെ അവകാശവാദം. ഈ പോസ്റ്റുകളിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ എയറോബിക് കമ്പോസ്റ്റിംഗിലൂടെ ഒന്നാന്തരം ജൈവവളമായി ഡ്രാഗൺ ചെടികൾ വലിച്ചെടുക്കും. ഈ രീതി 100% വിജയം നൽകുമെന്നാണ് ഇദ്ദേഹം ഉറപ്പു നൽകുന്നത്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി മുടക്കി വനം വകുപ്പ്. 301 കോളനിക്ക് സമീപം താമസിക്കുന്ന 3 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റി വൈദ്യുതി വിച്ഛേദിക്കാൻ വനം വകുപ്പ് KSEBക്ക് നിർദ്ദേശം നൽകി. പുതിയതായി സ്ഥാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചു എന്നതാണ് വനം വകുപ്പ് ഉന്നയിക്കുന്ന ആക്ഷേപം. ദിവസങ്ങൾക്ക് മുമ്പാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന 3 കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചത്. സമീപത്തെ 2 കുടുംബങ്ങൾക്ക് 8 വർഷം മുമ്പ് വൈദ്യുതി ലഭിച്ചിരുന്നു. പുതുതായി പോസ്റ്റുകൾ സ്ഥാപിച്ചതോടെയാണ് വനം വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചത്. മേഖല പുതിയ സൂര്യനെല്ലി റിസർവിന്റെ ഭാഗമാണെന്നും വൈദ്യുതി ലൈൻ വലിക്കാനാവില്ലെന്നും വനം വകുപ്പ് KSEB അറിയിച്ചു. ഇതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് KSEB ആദിവാസികൾക്ക് നോട്ടീസ് നൽകി. ഫോറസ്റ്റുകാർ നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തിനകം ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് തരണം, അതായത് KSEBക്ക് തരണം. നിലവിൽ അതില്ലാത്തതുകൊണ്ടാണ് ഫോറസ്റ്റുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഒഴിവാക്കണമെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തരണം. വനം വകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും പോകാൻ മറ്റിടമില്ലെന്നുമാണ് ആദിവാസികൾ പറയുന്നത്. അപ്പുറത്തെ 2 വീട്ടിലെ കറണ്ടുണ്ട്. ഞങ്ങൾക്ക് 3 വീട്ടുകാർക്ക് കഴിഞ്ഞ 9-ാം തീയതി കണക്ഷൻ തന്നു. ആ ബൾബ് തെളിഞ്ഞ് അതിനുശേഷമാണ് പ്രകാരമുള്ളതായ ബുദ്ധിമുട്ടുകളും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡറൊക്കെ KSEBക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ നൽകിയിരുന്നു. വീടു കരമടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് KSEB വൈദ്യുതി എത്തിച്ചു നൽകിയത്. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6805 രൂപ, പവന് 54,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5710 രൂപയും പവന് 45,680 രൂപയും. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പോൾ വരുന്ന വാർത്ത. പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. 11 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. കൊച്ചിയിൽ 80 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ബോട്ട് കുടുങ്ങിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്
ഡാനി പോൾ ചേർന്നു. ഡാനി, എത്ര ദിവസമായിരുന്നു ഇവർ കുടുങ്ങിയിട്ട് കടലിൽ? എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? വിവരങ്ങൾ എന്താണ്? ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നാണ്. 11 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് എല്ലാവരും തന്നെ. ഇത് മലബാർ മേഖലയിൽ ഡാനി തുടരാം. ഡാനി പോൾ വിവരങ്ങൾ നൽകുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ടു പോയ 11 മത്സ്യത്തൊഴിലാളികളെയാണ് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 11 തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള റിപ്പോർട്ട് വരികയും ചെയ്യുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ് ആണ് ഇവരെ കണ്ടെത്തിയത്. IFB ആഷിനി എന്ന പേരിലുള്ള ബോട്ടായിരുന്നു 11 തൊഴിലാളികളുമായി പൊന്നാനിയിൽ നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെ കുടുങ്ങിയത്. വളരെ എഞ്ചിൻ തകരാറ് കൊണ്ട് കൂടിയാണ് അങ്ങനൊരു അപകടാവസ്ഥയിലേക്ക് പോയത് എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. ഏതായാലും 11 തൊഴിലാളികളെയും രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള വിവരം കൂടി വരികയാണ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, കൂടുതൽ വിവരങ്ങൾ വരുന്നു. അതായത് ബോട്ടിലുണ്ടായിരുന്ന 11 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ബോട്ട് കേടാവാൻ കാരണമായത്? ഇതെങ്ങനെ കോസ്റ്റ് ഗാർഡ് ഇവരുടെ രക്ഷകരായി എത്തിയത്? ഏത് തരത്തിലാണ്? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? 11 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് ബോട്ട് യന്ത്ര തകരാറ് മൂലം ബോട്ട് നിശ്ചലമാകുന്ന അവസ്ഥയായിരുന്നു. കടലിൽ അലയുന്ന ഒരവസ്ഥയായിരുന്നു. ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ ആരംഭിച്ചത്. ഡോണർ വിമാനങ്ങളടക്കം തെരച്ചിലിന് ഉപയോഗിച്ചിരുന്നു. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോട്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് സംവിധാനങ്ങൾ ഇവിടേക്ക് അടുത്തേക്ക് എത്തുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് കൊച്ചി മേഖലയിൽ നിന്നല്ല, മലബാർ മേഖലയിൽ നിന്ന് പുറപ്പെട്ട മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ബോട്ടാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 80 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ബോട്ട് യന്ത്ര തകരാർ മൂലം കുടുങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കൊച്ചിയിലേക്ക് കൊച്ചി കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് അടുപ്പിക്കാനാണ് ഒടുവിലത്തെ നിർദ്ദേശമെന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കും തന്നെയും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ബോട്ട് യന്ത്ര തകരാറും ബോട്ടിന് സംഭവിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിർണായക ഘട്ടത്തിലായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ ഇടപെടലുണ്ടായിരുന്നത്. ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് സേനാ വിഭാഗങ്ങൾ ബോട്ടിന് വേണ്ടി അതിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഡോണർ വിമാനമാണ് ഇതിന് സമീപത്തെത്തുകയും ബോട്ടിന്റെ കൃത്യമായ രീതിയിലുള്ള അതിന്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ബോട്ട് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. ഏതായാലും എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. 11 തൊഴിലാളികളും തന്നെ മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ്. കൃത്യമായി സമയത്ത് സേനയുടെ സഹായം ലഭ്യമായതുകൊണ്ടാണ് ഈ രീതിയിലൊരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു സാഹചര്യം ഒഴിവായത്. അത് ഇപ്പോൾ ഈ മൺസൂൺ ഒന്നുകൂടി കനത്തതോടെ ഏതായാലും അത്തരം ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഡാനിപ്പോൾ മോശം കാലാവസ്ഥ, എഞ്ചിൻ തകരാറ് കാരണം കടലിൽ അകപ്പെട്ടു പോയ IFB ആഷിനി എന്ന ബോട്ടിലുണ്ടായിരുന്ന 11 മത്സ്യത്തൊഴിലാളികളാണ് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയത്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.